ഇന്ത്യ ഭരിക്കുന്ന BJP ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം കാണത്തില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള, കഴിഞ്ഞ 11 വർഷമായിട്ട് തുടർച്ചയായിട്ട് 3 തവണ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് BJP. അപ്പോഴും അവരുടെ മനസ്സിലൊരു വിഷമമുണ്ട്. സൗത്ത് ഇന്ത്യ, ദക്ഷിണ ഇന്ത്യ, അവിടെ കർണാടക മാത്രമാണ് BJPക്ക് ഇതുവരെ കീഴടക്കാനായിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇതുവരെ അവർക്ക് ഭരണം പിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ അവരുടെ സഖ്യകക്ഷിയെ ചേർന്ന് ഭരിക്കുന്നുണ്ട്. അപ്പൊ ഇനി BJP സൗത്ത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ഉടനെ ഭരണം പിടിക്കുമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സൗത്ത് ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റ് ആണ് തെലങ്കാന. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് സ്റ്റേറ്റും തെലങ്കാനയായിരിക്കും. ഒരുപക്ഷെ അല്ല, ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് സ്റ്റേറ്റ് തെലങ്കാനയാണ്. അപ്പൊ ഈ തെലങ്കാനയിൽ ഇപ്പോൾ BJP അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. BJP 2019 ഇലക്ഷനിലാണ് ആദ്യമായിട്ട് തെലങ്കാനയിൽ ഒരു വേരോട്ടം ഉണ്ടാക്കുന്നത്. അവിടെ 17 ലോക്സഭാ സീറ്റുകളാണ് മൊത്തം ഉള്ളത്. അതിൽ 4 അവർ പിടിക്കുകയാണ്. ആ ഇലക്ഷനിൽ 19% വോട്ട് നേടും. അതിനുശേഷം വരുന്ന കഴിഞ്ഞ ഇലക്ഷൻ 2024 ഇപ്പൊ മോദി വീണ്ടും അധികാരത്തിൽ വന്ന ഇലക്ഷനിൽ മൊത്തം 17 സീറ്റിൽ 8 BJP നേടുകയാണ്. ബാക്കി 8 കോൺഗ്രസ് നേടുന്നു. 1 ഹൈദരാബാദിൽ അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടി നേടുന്നു. ആ ഇലക്ഷനിൽ അവർ അവിടെ 35% വോട്ട് നേടി. പിന്നെ അവിടെ നടന്ന നിയമസഭാ ഇലക്ഷനിലും അവർ 8 MLA നേടി. പക്ഷേ അത് അപ്പോഴേ എല്ലാവരും പറഞ്ഞു അവിടെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പാർട്ടി BJP ആണെന്നാണ്. ഇപ്പതാ ഞാൻ ഇന്നലെ ഡെക്കാൻ ക്രോണിക്കിൾ പോലുള്ള പത്രങ്ങൾ വായിച്ചപ്പോൾ അവരെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുകയാണ് അവിടെ പതുക്കെ കോൺഗ്രസിന് സപ്പോർട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അവിടെ ഭരിക്കുന്ന രേവന്ത് റെഡ്ഡിയാണ് അവിടെ ചീഫ് മിനിസ്റ്റർ. അപ്പൊ അങ്ങനെ പറയാനൊരു കാരണമുണ്ടായി. കേരളം പോലൊരു സ്റ്റേറ്റ് അല്ല തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് ഇതുപോലുള്ള സ്റ്റേറ്റുകളിലെല്ലാം നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും MLAയും മാത്രമേ ഉള്ളെങ്കിലും അവിടെയൊക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറിന് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി MLA എന്നും, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പറിന് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ MLC എന്നും പറയും. ഇപ്പോൾ ഈ പറഞ്ഞ തെലങ്കാനയിൽ MLC ഇലക്ഷൻ നടന്നു. 3 സീറ്റുകളിലേക്കാണ് ഇലക്ഷൻ നടന്നത്. ആ ഇലക്ഷനിൽ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് അതിനെ കണ്ടുകൊണ്ട് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ, കോൺഗ്രസ് നേതാവ് രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ ഇറങ്ങി ഇലക്ഷൻ പ്രചരണം നടത്തിയെങ്കിലും അവിടെ 3 സീറ്റിൽ 2 കോൺഗ്രസിനെ തോൽപ്പിച്ചുകൊണ്ട് BJP ആണ് അവിടെ MLC സീറ്റുകൾ പിടിച്ചെടുത്തത്. അതിനെ തുടർന്നാണ് ഈ പറഞ്ഞ അവിടുത്തെ പത്രമായ ഡെക്കാൻ ക്രോണിക്കിളൊക്കെ പോലുള്ള പത്രം ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തിയത്. അപ്പോൾ അടുത്ത ഇലക്ഷനിൽ അവിടെ BJP അധികാരം പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനടുത്ത ഇലക്ഷനിൽ മോസ്റ്റ് പ്രോബബ്ലി അടുത്ത ഇലക്ഷനിൽ തന്നെ അവിടെ BJP അധികാരത്തിൽ വരും. അവിടുത്തെ ഏറ്റവും പ്രധാന പ്രതിപക്ഷ കക്ഷി എന്ന് പറഞ്ഞാൽ തെലങ്കാന ഉണ്ടായപ്പം തൊട്ട് അവിടെ ഭരിച്ച തെലങ്കാന രാഷ്ട്ര സമിതി എന്ന് പറഞ്ഞ പ്രാദേശിക പാർട്ടിയാണ്. പക്ഷെ അവരവിടെ വളരെ ഫാസ്റ്റായിട്ട് അവരുടെ ബേസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ബേസിലാണ് BJP കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ നടത്തിയ രാഷ്ട്രീയ പ്രഡിക്ഷൻസ് ഒന്നും അങ്ങനെ തെറ്റിപ്പോയിട്ടില്ല. ഞാൻ സ്റ്റഡി ചെയ്തിട്ടാണ് പറയുന്നത്. എനിക്ക് ഉറപ്പാണ് മോസ്റ്റ് പ്രോബബ്ലി അടുത്ത ഇലക്ഷനിൽ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ഇലക്ഷനിൽ തെലങ്കാന BJP ഭരിച്ചിരിക്കുക. അതായിരിക്കും BJP സൗത്ത് ഇന്ത്യയിൽ ഭരിക്കുന്ന 2ാമത്തെ സ്റ്റേറ്റ്.